Welcome to the channel Swasta Foods. ഹായ് എവരി വൺ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സാൻഡ്വിച്ചാണ്. വെജിറ്റബിൾ സാൻഡ്വിച്ച് വിത്ത് ചീസ്. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യമായിട്ട് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ വീറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബ്രെഡ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്. ഫില്ലിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് 2 ടൊമാറ്റോസ്, ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരുന്നത് ചീസാണ്. ഇനി സ്മോൾ പീസായിട്ടുള്ള ചീസ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അത് വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വളരെ ചെറുതായിട്ട് നിങ്ങൾ അരിയണം. പിന്നെ ടൊമാറ്റോ അരിഞ്ഞത്, അതും വളരെ ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ ക്യാപ്സിക്കം വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ വെജിറ്റബിളെല്ലാം നമുക്കൊരു ബൗളിലോട്ടിടാം. ആദ്യം ഉള്ളി ഇട്ടു. ഇനി നമുക്ക് ടൊമാറ്റോ ഇടാം. ഇനി ക്യാപ്സിക്കം ഇടാം. ഇനി ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ചാറ്റ് മസാലയാണ് ആഡ് ചെയ്യുന്നത്. നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം നമ്മൾ മിക്സ് ചെയ്യുക. എടുത്ത് വലുതായിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വളരെ നല്ലതാണ്. ഞാൻ ഇതിൽ ചില്ലി ഒന്നും വേറെ സെപ്പറേറ്റ് ആയിട്ടൊന്നും ഉപയോഗിക്കുന്നില്ല. ഈ ചാറ്റ് മസാല മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. നല്ലോണം മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ബ്രെഡിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റഫ് ചെയ്യാം. ഇനി നമുക്ക് ബ്രെഡിൻ്റെ അകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ഫില്ല് ചെയ്യാം. നമുക്ക് ഇതിലോട്ട് ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് ചീസ് ഗ്രേറ്റ് ചെയ്തിടാം. നമുക്ക് ചീസ് ഗ്രേറ്റ് ചെയ്തിടാം. നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയ്ക്ക് ചീസ് ഗ്രേറ്റ് ചെയ്തിടാവുന്നതാണ്. ഇനി നമുക്കിതിന് മുകളിൽ ഈ ബ്രെഡിൻ്റെ പീസ് വെച്ചിട്ട് നല്ലോണം ക്ലോസ് ചെയ്യാം. അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഗീ ഒഴിക്കാം. കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഗീയോ ബട്ടർ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ഗീ ആണ് യൂസ് ചെയ്യുന്നത്. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കാൻ നോക്കണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ബ്രെഡ് വെക്കാം. ബ്രെഡ് വെച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ നല്ലോണം പ്രസ് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലും കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് ക്ലോസ് ചെയ്ത് വെക്കാം. ഇത് അടച്ചിട്ട് ഒരു 2 to 3 മിനിറ്റ്സ് നമുക്കിങ്ങനെ അടച്ചു വെക്കാം. ഇനി നമുക്കിത് തിരിച്ചു വെക്കാം. കാണാം ഒരു സൈഡ് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. പ്രസ് ചെയ്ത് കുറച്ച് സമയം ഇങ്ങനെ വെക്കാം. നിങ്ങൾക്ക് ഗീ ഒത്തിരി യൂസ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഗീ ഇവിടെ ഇങ്ങനെ സൈഡിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്.
ഇത് കാണാം മറ്റേ സൈഡ് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇപ്പം നമുക്കിത് എടുത്ത് തവിയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ നല്ല ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിങ്ങനെ മുറിച്ച് കാണിക്കാം. കാണേണ്ട ഇതിൽ ഇനി നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ടാക്കാം. ഒരെണ്ണം കൂടി ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം രണ്ട് സൈഡ് നല്ല ബ്രൗൺ കളർ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പം നമുക്ക് നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സിന് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഉണ്ടാക്കി കഴിക്കാം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.